ഈ മുട്ടപ്പച്ച പച്ചില്ലാത്ത ബേക്കടിക്കട കടുവടക്കാത്ത ശാമ്പാട് പോലെ അമ്മച്ചി. അമ്മച്ചി അവിടെ ഇരുന്ന് ഒരു കാടിയം പടയട്ടെ. എൻ്റെ ഓമന തലയിൽ ഒരു അടി ഉദിച്ചു. പടയട്ടെ. ഈ മാങ്ങാട്ടി തലയിൽ ഉദിക്കുന്ന ഐഡിയ എന്താണെന്ന് എനിക്ക് ഊഹിക്കാമേ. അമ്മച്ചി, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ശത്തനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഇത് നല്ലൊരു അടിയായ പടയാൻ പോകുന്നത്. വല്ല യുദ്ധത്തിന് പോകുന്ന കാര്യമാണെങ്കിൽ മിണ്ടി പോയേക്കരുത്. കൈയും കാലും തല്ലി ഓടിച്ചു വിടിടും, ഞാൻ പറഞ്ഞേക്കാം. ഇതാ ഞാൻ പറഞ്ഞത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന്. ഞാൻ പടയട്ടെ. നമുക്കൊരു ബേക്കറി കട തുടങ്ങിയാലോ? നല്ല അടിയല്ലേ? ബേക്കറി കടയോ? എവിടെ തുടങ്ങാന്? നമ്മുടെ വീട്ടിൽ തുടങ്ങണം. ഒരു ബേക്കറി കട അങ്ങോട്ട് തുടങ്ങിയാൽ എന്താ? ഞാൻ പടയുന്ന അങ്ങോട്ട് കേക്ക്. എനിക്ക് പണി തരാനൊന്നും ഉള്ളതാവരുത്. അല്ല, ഈ ബേക്കറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാ? സാധനം ഒത്തിരി ഉണ്ട്. ആടുതൂത്ത്, അച്ചപ്പം, പോണ്ട, പിന്നെ നെയ്യപ്പം, പിന്നെ ഊന്നുവട, പിന്നെ പച്ച. ഈ മുട്ടപ്പച്ച പച്ചില്ലാത്ത ബേക്കറി കട കടുവടക്കാത്ത ശാമ്പാട് പോലെ അമ്മച്ചി. ഈ പച്ച വേണം. പച്ച ശത്തൻ്റെ ഫേവറേറ്റാ. അതിന് ഇതൊക്കെ ആര് വന്ന് മേടിക്കാനാണ്? ഇവിടെ കട തുടങ്ങിയാൽ ഇതൊക്കെ ആരാണ്ട് വന്ന് മേടിക്കാൻ പോന്നോ? ആടും വേടണ്ട. നമ്മുടെ കട, നമ്മുടെ സാധനം നമ്മൾ തന്നെ വെച്ചെന്നു, നമ്മൾ തന്നെ മേടിച്ചെന്നു, നമ്മൾ തന്നെ ചിന്നുന്നു. അതിനിപ്പോൾ നാട്ടുകാരെ എന്തിനാ വിളിച്ചെന്ന്? ചേടാ, ഇത് നല്ല കൂത്താന്നല്ലോ. നാട്ടുകാർക്ക് എന്താ നമ്മുടെ കടയിൽ കാടിയം? അഭിപ്രായം പറയാൻ അറിയത്തില്ല, മിണ്ടാതിരിച്ചണം. അയ്യോ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. അവസാനം എനിക്ക് പണിയാകാതിരുന്നാൽ മതി. എന്നാൽ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി. ഞാൻ മൊയിലാളി, ശത്ത മൊയിലാളി. ഞാനിവിടെ ഇരിച്ചു. അമ്മ തൊഴിലാളി. അമ്മ ശാനം എടുത്ത് കൊടുക്കുന്ന ആൾ. അത്രയേ ഉള്ളൂ. അല്ലാതെ നാട്ടുകാരെ വിളിച്ചു കൂട്ടുന്ന എന്തിനാ? ഇത് ചടിയാൻ വയ്യാഞ്ഞിട്ട് ചോദിച്ചു പോവാ. നമ്മുടെ ശാനം നമ്മൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ മൊയിലാളിക്ക് തിന്ന് മുടിക്കാനൊരു കട. ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറ്റണം. നിങ്ങൾ മൊയിലാളി ചമഞ്ഞവിടെ ഇരിക്കും. ഇഷ്ടമാണ് ഭോജനം. മൊയിലാളിക്ക് അച്ചപ്പം തിന്നണം, നെയ്യപ്പം തിന്നണം, ബോണ്ട കയറ്റണം, പിന്നെ ആരോ റൂട്ട്. ആരോ റൂട്ടില്ലാതെ കാര്യം നടക്കത്തില്ലല്ലോ. പിന്നെ പച്ച കയറ്റണം. ഇതിനൊക്കെ മൊയിലാളി തന്നെ. മൊയിലാളിക്ക് സ്വന്തമായിട്ടിട്ട മൊയിലാളിയുടെ സ്വന്തം കട. മുണുങ്ങാ മൊയിലാളി. പണി എടുക്കാനും പണി വാങ്ങിച്ചു കൂട്ടാനും ഈ ഞാനും, ഇല്ലയോ? ഇതൊക്കെ എൻ്റെ അടിയായല്ലേ അമ്മച്ചി? ഈ പേട്ട് പറങ്ങാണ്ടി തല ഞാൻ എത്ര നാൾ കൊണ്ട് കാണുമോ? ഇതിനകത്തുനിന്ന് ഇത്രയൊക്കെ വരുള്ളൂ എനിക്കറിയാമല്ലോ. അത് കൂടുതലൊന്നും ഞാനൊട്ട് പ്രതീക്ഷിക്കുന്നുമില്ല. രാവിലെ സൺബാത്ത് ചെയ്യുമ്പോൾ ഈ തല കൊണ്ടുവന്ന് വെയിൽ കൊള്ളിക്കരുത്. അല്ലെങ്കിലും എനിച്ചൊരു ബലയില്ലല്ലോ ഇവിടെ. ഞാനൊരു അടിയാ പടഞ്ഞാൽ പുച്ഛ. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല. ഞാൻ എൻ്റെ ഫോളോവേഴ്സിനോട് ചോദിച്ചു നോക്കട്ടെ, അടിയാ വല്ലതും വേണമെന്ന്. അടിയാ വേണ്ടവർ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്കൊന്നിച്ചൊരു ബിസിനസ് ചെയ്യാം. പടഞ്ഞാൽ മതി. നല്ല ലാഭം ഉണ്ടാക്കി തരാം.